ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ, സ്കൂൾ തുറന്നല്ലോ. അപ്പോൾ ആദ്യം തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്നത് ഇതേപോലെ ചോറ് തിളപ്പിച്ചിട്ട് നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. കൂടെ തന്നെ പയറും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 5 മണിക്കാണ് ഇന്നിപ്പോൾ എഴുന്നേറ്റേക്കുന്നത്. കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അത്ര നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല ശരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ എഴുന്നേറ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇന്നിപ്പോൾ ആഹിലിന് ലഞ്ചിന് കൊണ്ടുപോകണത് ക്യാരറ്റും മുട്ട വറുത്തതും കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഫി കുടിക്കുന്ന സമയമൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി ഫുഡ് ഉണ്ടാക്കുന്നതിനാണല്ലോ, അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് റെഡിയാക്കണം, അതൊക്കെയാണല്ലോ. അപ്പോൾ അത് മുന്നിൽ വന്നപ്പോൾ ചായ കൂടി കുറച്ചൊന്ന് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ വേഗം ചായ ഇളപ്പിക്കും കേട്ടോ. ആദ്യം എന്ത് വന്നാലും ചോറാണ് വെക്കാറ്. ചോറ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, വെന്തില്ലെങ്കിലോ എന്നൊരു പേടിയാണ്. അപ്പോൾ പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ, വൻപയറാണ്. അപ്പം നമുക്കിനിയിപ്പോൾ കറി വെക്കാൻ തുടങ്ങാം. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതേപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ സ്കൂൾ ഉള്ള ടൈമിലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. അല്ലാത്തപ്പോൾ നമുക്ക് മടിയാണ്, നമുക്ക് കുറച്ച് വൈകി ഫുഡ് കഴിച്ചാലും മതിയല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണേ, പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ അതിൽ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഐറ്റംസ് ആണല്ലോ, അതായത് ഒരുമിച്ച് എടുക്കുന്ന ഐറ്റംസ് ആണല്ലോ, അതാണ് അതെല്ലാം കൂടി ഒന്നിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാളയും കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ്. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കുക്കറിൽ തന്നെ റെഡിയാക്കാറുണ്ട്. ഞാൻ ക്യാരറ്റ് ഇതേപോലെ വേവിച്ചിട്ടാണ് എടുക്കാറ്. വേവിച്ചിട്ട് തേങ്ങയുടെ മിക്സ് ചേർത്തിട്ട് നേരെ അങ്ങോട്ട് ഇതും കൂടി ഇട്ട് വഴറ്റിയെടുക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്, കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇനിയും പറയുന്നില്ല. അപ്പോൾ കൂട്ടത്തിൽ പുട്ടും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെയും ഉച്ചക്കത്തെയൊക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നാഹിലിന് കൊണ്ടുപോകാനുള്ള മുട്ട വറുത്തത് മാത്രം മതി. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ കുറച്ച് പാത്രങ്ങളാണ്, കൈയോടെ തന്നെ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങളല്ലേ ഉണ്ടാവുള്ളൂ രാവിലെ, അപ്പോൾ ഞാൻ അങ്ങനെ കൂട്ടി വെക്കാറില്ല കേട്ടോ. ഒട്ടും സമയമില്ലെങ്കിൽ അങ്ങനെ അവിടെ വെച്ചേക്കും. എന്നിട്ട് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കേട്ടോ കഴുകുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് നേരത്തെ ആണ് എഴുന്നേറ്റേക്കെന്തും. 6 മണിയായപ്പോൾ എൻ്റെ 6 മണി അല്ല കേട്ടോ, 5:45 എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി അങ്ങനെ സമയം കളഞ്ഞതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനിടയ്ക്ക് ഗ്യാസ് തീർന്നായിരുന്നേ, നമ്മുടെ പുറത്ത് ഗ്യാസ് തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ പുട്ട് അങ്ങനെ പാടെടുത്തുകൊണ്ട് അകത്ത ഗ്യാസിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റതിന് ഇഷ്ടംപോലെ സമയമാണ് കേട്ടോ. നമ്മൾ വൈകി എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഒന്നിനും സമയം തികയാത്തത്. ഈ സ്കൂൾ ഓർക്കുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേക്കോട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി റൊട്ടീനൊന്നും അല്ല, കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യും എന്നല്ല കേട്ടോ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ് കേട്ടോ എൻ്റെ ഒരു രീതി. അപ്പോൾ ആഹിലിന് ക്ലാസ്സിൽ പോകണം, 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണെങ്കിൽ ഞാൻ രാവിലെ അതിനനുസരിച്ച് എല്ലാം പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10-11 മണി വരെ ഇവിടെ ഫുഡ് വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങളുടെ ഒരു ജീവിത രീതി. അപ്പോൾ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഫുഡൊക്കെ വെക്കുന്നതും കഴിക്കുന്നതും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് ഞാൻ ചെടിയുടെ റൊട്ടീനിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയത്. രാവിലെ എഴുന്നേക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ജോലിയും കറക്റ്റായിട്ട് നടക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഒന്ന് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കുപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിയിൽ മൂടിയിൽ ഞാൻ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം മാത്രം മതിയല്ലോ, ഇൻഡോർ പ്ലാന്റിന് അധികം വെള്ളം വേണ്ട. പിന്നെ ഇതെന്ന് വെച്ചാൽ ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റ്സും ആണല്ലോ. അപ്പം എല്ലായിടത്തൊന്നും ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്താണ് കേട്ടോ, ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു ആ ഗ്രില്ലിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇവിടെ ഈ ഒരു സൈഡിൽ കുഞ്ഞു കുഞ്ഞു പോട്ട്സൊക്കെ ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ ചെടി ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം മതി ശരിക്കും പറഞ്ഞാൽ, ആ ഒരു ബോട്ടിൽ വെള്ളം മതി ഈ കാണുന്ന എല്ലാ ചെടികൾക്കും കൂടി.
സത്യം പറഞ്ഞാൽ ആഹിലിന്റെ ബുക്ക് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അത്യാവശ്യം 2 ബുക്സ് എന്തോ ആണ് കവർ ചെയ്ത് വെച്ചിരുന്നത്. റഫ് ബുക്കും പിന്നെന്തോ മെയിൻ ബുക്ക് എന്തോ മാത്സ് എന്തോ ആണ് ഞാൻ ചെയ്തത്. അപ്പം ഇനിയിപ്പോൾ മെയിൻ ബുക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ക്ലാസ് ടീച്ചറിൻ്റെ ബുക്ക് കേട്ടോ. ക്ലാസ് ടീച്ചറിന് എപ്പോഴും ഒരു പ്രയോറിറ്റി കൂടുതലാണല്ലോ. കാരണം ഫസ്റ്റ് പീരീഡ് ക്ലാസ് ടീച്ചറിൻ്റെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അതങ്ങോട്ട് കവർ ചെയ്ത് വെച്ചത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇന്നലെയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ നോട്ടാണ് കവർ ചെയ്തത്. ഇന്നിപ്പോൾ വേണ്ട കുറച്ച് ബുക്സ് ഉണ്ട്. TP ബുക്സ് ഒക്കെ ടീച്ചേഴ്സിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 ബുക്സും കൂടി കവർ ചെയ്യാനുണ്ട് കേട്ടോ. ടോട്ടൽ കുറേ ബുക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള ബുക്ക് ഞാൻ റെഡിയാക്കി കൊടുക്കാമെന്ന് ഓർത്തു. അതാണ് കേട്ടോ ആദ്യം ചെയ്യണത്. അപ്പോൾ ആലിമ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ആലിമ നല്ല ഉറക്കമാണേ. അതുമാത്രമല്ല ആലിമിന് ഇന്ന് അംഗനവാടിയിൽ പ്രവേശനോത്സവമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 10 മണിക്ക് തന്നെ എത്തണമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ട് ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ കവറൊക്കെ ചെയ്തതിന് ശേഷം ആഹിൽ ഫുഡ് കഴിച്ചു. പിന്നെ ആലിമിനെ കുത്തിപ്പൊക്കി അവനെയും കൊണ്ട് ആഹിലിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നും കൊണ്ടാക്കേണ്ടി വന്നു. കാരണം ചെളി അങ്ങനെ കിടക്കുവാണല്ലോ. സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ ഇനി അത്ര ഉറപ്പില്ല. കാരണം ചെളി തെറിക്കാൻ നല്ല ചാൻസസ് കൂടുതലാണ്. ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു 10:15 ഞാൻ അംഗനവാടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ആലിമിൻ്റെ 2ാമത്തെ പ്രവേശനോത്സവമാണ്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴാണ് അവന് 3 വയസ്സ് തികഞ്ഞത്. അപ്പോൾ 3 വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആലിമിനെ കൊണ്ടുപോയി അംഗനവാടിയിലാക്കിയായിരുന്നു. അങ്ങനെ പോയതുകൊണ്ട് ആലിമൊക്കെ ഒരു സീനിയർ വിഭാഗത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ആലിമ മാത്രമല്ല ആ ബാക്കിലിരിക്കുന്ന 3-4 പേര് സീനിയർ വിഭാഗത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 വയസ്സ് വരെയുള്ള കുട്ടികളാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 4 വയസ്സ് തികയാത്തതുകൊണ്ടാണ് ആലിമിനെ നമുക്ക് പിന്നെയും അംഗനവാടി തന്നെ ഇരുത്തേണ്ടി വന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെമ്പറിനെ സ്വീകരിച്ചതിന് ശേഷം കുട്ടികളെ ഓരോരുത്തരായിട്ട് നമ്മൾ അകത്തേക്ക് വിളിക്കുന്നതാണ് കേട്ടോ. ഓരോ കുട്ടിയെയും ഇതേപോലെ ക്യാപ്പും വെച്ചിട്ട് ഫ്ലവറും കൊടുത്തിട്ട് അവരകത്തേക്ക് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആലിം പേര് ചോദിച്ചപ്പോൾ നല്ല മിടുക്കനായിട്ട് ആലിം എന്ന് പറഞ്ഞോട്ടോ. അങ്ങനെ അവനും അകത്തേക്ക് കയറാണ്. അപ്പോൾ അകത്തേക്ക് കയറി എല്ലാ കുട്ടികൾക്കും ടീച്ചർ ഇങ്ങനെ ഒരു ക്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് അംഗനവാടിയിൽ എൻ്റെ ആദ്യത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഈ ഒരു ക്യാപ്പൊക്കെ വെച്ച് മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ടീച്ചർ തന്നെ ഉണ്ടാക്കിയതാണ്. മെമ്പർ എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്തിട്ടോ. മിഠായിയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മുടെ പിള്ളേർ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരുന്നോളല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. എൻ്റെ അടുത്ത് എപ്പോഴാ വരിക എന്നും പറഞ്ഞിട്ട്. അതുവരെ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയല്ലായിരുന്നു. മിഠായി കണ്ടപ്പോഴേക്കും എല്ലാവരും നേരെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. പിന്നെ മെമ്പറിൻ്റെ ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്പീച്ച്. പിന്നെ നമ്മുടെ ടീച്ചറിൻ്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്പീച്ച് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അംഗനവാടിയിലേക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ ഒരു ഫാനും പിന്നെ ഒരു മിക്സിയും. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പുതിയ കുട്ടികൾ കുറച്ച് പേര് തിരിച്ച് വീട്ടിലേക്ക് പോയേട്ടാ. കാരണം എല്ലാവരും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അമ്മമാർ കൊണ്ടുപോയി നാളെ തുടങ്ങി റെഗുലറായിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കുട്ടികൾ പിന്നെ കുഴപ്പമില്ലല്ലോ, അവരവിടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇരിക്കുവാണല്ലോ. പിന്നെ ടീച്ചർ അവരെ കുറേ നേരം കളിക്കാനായിട്ടുള്ള ഒരു ഇതൊക്കെ കൊടുത്തു കേട്ടോ അവർക്ക്. പിന്നെ കുറച്ചു നേരം കുട്ടികൾ ഇരുന്ന് ഇങ്ങനെ കളിച്ചു കേട്ടോ. ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ കുട്ടികൾ സ്ഥിരമായിട്ട് അവിടെ ഉള്ള കുട്ടികളാട്ടോ. പുതിയതായിട്ട് ഒരു പെൺകൊച്ചു മാത്രമല്ല കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞ് ബഹളം വെച്ചതാ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു 12 മണിവരെയൊക്കെ അവിടെ നിന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോന്നേ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് കണ്ടു. ഞാൻ ഈ ഒരു ഉച്ച സമയത്താണ് കേട്ടോ മിക്ക വീഡിയോസും കാണുന്നത്. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോസ് എല്ലാവരുടെയും ഞാൻ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പ്ലേ ചെയ്ത് വെച്ചേക്കോട്ടോ. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും വീഡിയോസ് കാണുന്നത്. പിന്നെ അതിനുശേഷം വൈകുന്നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോയി. പിന്നെ രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ബ്രെഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡും മുട്ടയാണ്. അപ്പോൾ മുട്ട ഇതേപോലെ കുറച്ച് സവാളയും കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ 2 ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട്.
അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഡിന്നർ ഇതാണ് കേട്ടോ. പയറിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പുട്ടുണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. സമയം കിട്ടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹിലിൻ്റെ ബാക്കിയുള്ള ബുക്സൊക്കെ കവർ ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ നേരമായിട്ട് അതും വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു പണിയായി ബുക്ക് കവർ ചെയ്യാനായിട്ട്. ഒരുപാട് ബുക്സ് ഉണ്ടല്ലോ ഒന്നാമത്തെ കാര്യം, പിന്നെ നല്ല ക്ഷമയും വേണോട്ട് ഇതും വെച്ചുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ എൻ്റെ സമയം മുഴുവൻ പോയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇനിയും ഉണ്ട് കേട്ടോ കവർ ചെയ്യാനായിട്ട്. നമ്മൾ സ്കൂളിൽ നിന്ന് ആദ്യം വാങ്ങിച്ച ബുക്സ് ഉണ്ടല്ലോ, ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. കുറച്ച് GK MS അങ്ങനെയുള്ള കുറച്ച് ബുക്സ്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ബുക്സ്, NCERT അല്ല, അല്ലാത്ത ബുക്സ്. അപ്പോൾ ആ ബുക്സ് ഒന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നാളത്തെ ടൈം ടേബിൾ വെച്ചിട്ട് ആ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ വേഗം ഒന്ന് കവർ ചെയ്തെടുത്താണ്. അപ്പോഴാണ് അതിൽ പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറാണ് ആദ്യം തുടങ്ങിയേക്കുന്നതെന്ന്. ഗ്രാമർ സ്കൂളിലുള്ള ബുക്കാണ് കേട്ടോ. അത് ഈ പറഞ്ഞവരെ അത് കവർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മതിയായി, ഇനിയിപ്പോൾ ഞാൻ നാളെ രാവിലെ ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അതായിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ കയറിയേക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അലുവിന് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു ഫുഡ്, അവൻ കഴിച്ചോളും. ഇടയ്ക്ക് മാത്രമേ കഴിക്കാണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും ബുക്സ് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ബുക്സിൻ്റെ ഒരു കവർ പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഇതാണ് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ കവർ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ഇത് യൂസ്ഡ് ആയിട്ടോ, കാരണം ഇപ്പോൾ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. ആഹിൽ പ്ലേ ക്ലാസ് തുടങ്ങി അവിടെ പഠിക്കുന്നതാണ് കേട്ടോ, ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഈ ബുക്സൊക്കെയാണ് ഞാൻ കവർ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് NCERT ബുക്സ് അല്ല കേട്ടോ, നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ബുക്സാണ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഗ്രാമർ, IT MS ആ ബുക്സൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.